എല്ലാം ഫിറ്റ് ചെയ്തു. പോളിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാൻഡിലും കാര്യങ്ങളെല്ലാം സെറ്റിങ് കഴിഞ്ഞു. പോളിഷിങ്ങിൻ്റെ കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് മാറ്റായിട്ട് മാറിയപ്പോൾ നമ്മുടെ ഹോണ്ട സിറ്റി ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ജോർജേട്ടൻ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പ് ആളുടെ അഭിപ്രായം നമ്മൾക്കൊന്ന് അറിയാം. ഹായ് എവരിബഡി. ഇത് ഇത്രയും ഫാന്റാസ്റ്റിക് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു സംഗതി കണ്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാനാണെങ്കിൽ പറയായിരുന്നു, എന്നെ ബോംബെ ധാനെ എന്ന് പറയുന്നൊരു സ്ഥലത്തുനിന്ന് ഞാൻ ഓടിച്ചു വന്നതാണ് എറണാകുളത്ത്. അവിടുന്ന് ഈ വ്ളോഗ് കണ്ട് മാത്രം വന്ന് പെയിൻ്റ് അടിച്ചതാണ്. ഈ വണ്ടി പെയിൻ്റ് അടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ അവരുടെ ക്വാളിറ്റിയും ഫിനിഷും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു പെയിൻ്റ് അടിക്കുക അല്ലാതെ വേറെ ഒരു ഇതുമില്ലെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്കാണെങ്കിൽ കുറച്ച് ഈ വണ്ടിയൊക്കെ തിളങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ ഒരു ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുമല്ലോ. ആ ചൊറിച്ചിൽ ഇച്ചിരി കൂടിയത് കൊണ്ടാണ് ഇവിടെ വന്ന് പെയിൻ്റ് അടിച്ചേക്കുന്നത്. പക്ഷേ ഇത് എല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ഇഞ്ചും അത് ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു സംഭവമാണ്. വേണമെങ്കിൽ ഒന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഈ ഞങ്ങളുടെ ഈ ഗ്രില്ലടിച്ചേക്കുന്നതും ഒക്കെ ഒരു ക്ലാസ് ആയിട്ടുണ്ട്. മേളിൽ റൂഫ് അടിച്ചേക്കുന്നതും ഒന്നും പറയാനില്ല. ഇതിപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വന്നേക്കുന്നതാണോ എന്ന് തന്നെയാണ് നമുക്കൊരു തോന്നല്. ക്ലാസ് ആയിട്ടുണ്ട്. ടോമും ജിപ്സനും എല്ലാം തകർത്തു. പിന്നെ ഇപ്പം ആ റിയർ വ്യൂ മിററും മറ്റേ സൈഡ് മിററൊക്കെ നമ്മൾ ബ്ലാക്ക് അടിച്ചതൊക്കെ നല്ല കലക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു എന്ന് പറയുന്നത് എൻ്റെ കണ്ണ് എല്ലായിടത്തും ഈ ചെല്ലുന്നതാണ് സാധാരണ. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവരെന്നെ തോപ്പിച്ചാൽ മതി. ഒരു പ്രശ്നവും ഇല്ലാത്തില്ല. ഓക്കെ 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 ശരി ശരി. അപ്പോൾ നമ്മുടെ അഭിപ്രായം കേട്ടു. ഇനി നമുക്ക് വണ്ടി കാണാം. വണ്ടിയുടെ വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കസ്റ്റമൈസ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്രണ്ടിൽ സാധാരണ എല്ലാ ഹോണ്ട സിറ്റിക്കും ക്രോം ഫിനിഷിങ്ങിലുള്ള ഗ്രില്ലാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ലിപ്പ് വരുന്നുണ്ട് ക്രോമിൽ. പക്ഷെ അതൊക്കെ വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഫ്രണ്ട് ഭാഗം നോക്കണമെങ്കിൽ നമ്മൾ ഇതൊരു ഗ്ലോസി ഫിനിഷിങ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിൽ പറഞ്ഞ ഈ ഒരു ലോഗോ നമ്മൾ മാറ്റോ കൊടുത്താണിത്. അതുപോലെ
അഡ്വാൻസ് സാധാരണ ഈ ഒരു ഗ്രില്ല് വൈറ്റാണ് വരാറ്, നമ്മളതൊരു മാറ്റ് ബ്ലാക്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മിറർ സെയിം ബോഡി കളറാണ് വരാറ്, അത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ മിറർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുന്ന ഡോറിൻ്റെ ഔട്ടർ ഗ്ലോസി ബ്ലാക്ക് അടിച്ചു, ടോപ്പ് ഫുൾ ഗ്ലോസി ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വരുമ്പോൾ സെൻറ്ററിൽ വരുന്ന ലിപ്പ്, ഇവിടെ സെൻറ്ററിൽ വരുന്ന ലിപ്പ് അത് ക്രോം ഫിനിഷിങ്ങിലാവാറ്, അത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടിയുമ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ റിഫ്ലക്ടറിൻ്റെ പകരം LED, അത് ഓൾറെഡി ഈ വണ്ടിയും ബമ്പറും ഉണ്ടായതാണ്, അതുണ്ട്. പിന്നെ ഷാർക്കിൻ്റെ ആ ഒരു ഭാഗം ആ ഗ്ലോസി ടോപ്പിൽ ഗ്ലോസി കൊടുത്തണ മാതിരി തന്നെ അതും ഗ്ലോസി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വണ്ടി ഫിനിഷിങ് ചെയ്തതാണത്. ഇത്രയ്ക്കും മാറ്റം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുമ്പോൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ് കേട്ടോ.